ഒരു കടലിടുക്ക് മാത്രമല്ല ഹോർമൂസ്. ലോകത്തിലെ ഏറ്റവും നിർണായകമായ ചെക്ക് പോയിന്റുകളിൽ ഒന്നാണ് ഹോർമൂസ് കടലിടുക്ക്. അതായത് ലോകത്തെ തന്നെ ചലിപ്പിക്കുന്ന ഇന്ധനമൊഴുക്കിന്റെ പ്രധാന നാഡികളിൽ ഒന്ന്. ആഗോള എണ്ണ വാതക വിതരണത്തിന്റെ 5/1 ഹോർമൂസ് കടലിടുക്കിലൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ കപ്പൽ പാതയിൽ ഉണ്ടാകുന്ന ഏത് പ്രതിസന്ധിയും ലോകത്തെയാകെ ബാധിക്കും. ലോകത്ത് മൊത്തം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എണ്ണയുടെ ഏകദേശം 20% മുതൽ 30% വരെയും ദ്രവീകൃത പ്രകൃതിവാതകത്തിന്റെ അതായത് LNGയുടെ വലിയൊരു ഭാഗവും ഈ കടലിടുക്കിലൂടെയാണ് കടന്നുപോകുന്നത്. സൗദി അറേബ്യ, ഇറാഖ്, കുവൈത്ത്, ഖത്തർ, UAE, ഇറാൻ തുടങ്ങിയ പ്രധാന എണ്ണ ഉൽപാദക രാജ്യങ്ങൾക്ക് ലോക വിപണിയിലേക്ക് എണ്ണ എത്തിക്കാനുള്ള പ്രധാന കപ്പൽ പാത കൂടിയാണ് ഇത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ US ആക്രമണം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ ഹോർമൂസ് കടലിടുക്കിലൂടെ യൂറോപ്യൻ എണ്ണക്കപ്പലുകളെ കടത്തിവിടില്ല എന്ന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ തീരുമാനിച്ചുവെന്ന സൂചന ലോകത്തെ ആശങ്കപ്പെടുത്തുന്നത് അതുകൊണ്ടാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഹോർമൂസ് കടലിടുക്ക് പ്രധാനമാണ്. ഇന്ത്യയിൽ പ്രതിദിനം 5.5 ദശലക്ഷം ബാരൽ അസംസ്കൃത എണ്ണയാണ് ഇറക്കുമതി ചെയ്യുന്നത്. ഇതിൽ ഏകദേശം 2 ദശലക്ഷം ബാരൽ എണ്ണയും കടന്നുപോകുന്നത് ഹോർമൂസ് കടലിടുക്കിലൂടെയാണ്. പേർഷ്യൻ ഗൾഫിനും ഗൾഫ് ഓഫ് ഒമാനിനും ഇടയിലുള്ള 167 കിലോമീറ്റർ നീളവും 39 കിലോമീറ്റർ മുതൽ 96 കിലോമീറ്റർ വരെ വീതിയുമുള്ള ഭാഗമാണ് ഹോർമൂസ് കടലിടുക്ക്. സൗദി അറേബ്യ, ഇറാഖ്, കുവൈത്ത്, ഇറാൻ, UAE തുടങ്ങിയ രാജ്യങ്ങളെല്ലാം അവരുടെ അസംസ്കൃത എണ്ണ ആഗോള വിപണിയിലെത്തിക്കാൻ ആശ്രയിക്കുന്നത് ഈ കടലിടുക്കിനെയാണ്. ഹോർമൂസ് കടലിടുക്ക് ഇതിനു മുൻപ് ഒരിക്കലും പൂർണ്ണമായി അടച്ചിട്ടിട്ടില്ല. 1980കളിലെ ഇറാൻ ഇറാഖ് യുദ്ധകാലത്ത് ഇരുപക്ഷവും എണ്ണ ടാങ്കറുകൾക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു. ഇറാൻ ഗൾഫിന്റെ ചില ഭാഗങ്ങളിൽ മൈനുകൾ സ്ഥാപിക്കുകയും കുവൈറ്റ് സൗദി ടാങ്കറുകൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുകയും ചെയ്തു. ഇറാഖ് മിസൈൽ ആക്രമണങ്ങളിലൂടെ തിരിച്ചടിച്ചു. ഈ സംഘർഷത്തിൽ അമേരിക്ക അന്ന് ഇടപെട്ടിരുന്നു. കുവൈറ്റ് ടാങ്കറുകൾക്ക് പുത്തൻ പതാക നൽകുകയും ഓപ്പറേഷൻ ഏണസ്റ്റ് വിൽ പ്രകാരം US യുദ്ധക്കപ്പലുകൾ ഉപയോഗിച്ച് അവയ്ക്ക് അകമ്പടി നൽകുകയും ചെയ്തു. യുദ്ധത്തിൽ പല കപ്പലുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. ചിലത് മുങ്ങി. ആഗോള എണ്ണവില പിന്നാലെ കുതിച്ചുയർന്നു. അന്ന് ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഹോർമൂസ് തുറന്നു തന്നെ കിടന്നു. പക്ഷേ ഇറാന്റെ 3 ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തിയതിനെ തുടർന്നാണ് ഹോർമൂസ് അടച്ചുപൂട്ടാൻ ഇറാന്റെ പാർലമെന്റ് അംഗീകാരം നൽകിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ അന്തിമ തീരുമാനം എടുക്കുമെന്ന് ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹോർമൂസ് വഴി എണ്ണക്കപ്പലുകൾ യൂറോപ്പിലേക്ക് കടക്കാൻ ഇറാൻ സമ്മതിക്കില്ല എന്നാണ് വിവരം. അങ്ങനെയെങ്കിൽ ഊർജ മേഖലയിൽ പിന്നീട് നിത്യജീവിതത്തിൽ പോലും ദൂരവ്യാപകമായ ഗുരുതര പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. US എനർജി ഇൻഫർമേഷൻ അഡ്മിനിസ്ട്രേഷന്റെ കണക്കുകൾ പ്രകാരം ഓരോ ദിവസവും ഏകദേശം 20 മുതൽ 21 ദശലക്ഷം ബാരൽ എണ്ണയാണ് ഈ കടലിടുക്കിലൂടെ കടന്നുപോകുന്നത്. ഇത് ലോകത്തിലെ പ്രതിദിന ഉപഭോഗത്തിന്റെ ഏകദേശം 1/5. ദ്രവീകൃത പ്രകൃതിവാതകത്തിന്റെ ഒരു പ്രധാന പാത കൂടിയാണ് ഇത്, പ്രത്യേകിച്ച് ഖത്തറിൽ നിന്നുള്ളത്. ഇവിടെ ഉണ്ടാകുന്ന ഏതൊരു തടസ്സവും പശ്ചിമേഷ്യയെ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ഊർജ വിപണികളെ പിടിച്ചു കുലുക്കും. സുപ്രധാന ജലപാത ഏതു നിമിഷവും അടച്ചേക്കുമെന്ന് ഓയിൽ വ്യവസായ മേഖല കണക്കുകൂട്ടുന്നുണ്ട്. ആ ഭയം യാഥാർത്ഥ്യമായാൽ എണ്ണവില വൻതോതിൽ കുതിച്ചുയരാനും സാധ്യതയുണ്ട്. പക്ഷേ പതിറ്റാണ്ടുകളോളം നീണ്ട രാഷ്ട്രീയ ഭീഷണി, പ്രോക്സി യുദ്ധങ്ങൾ, ഉപരോധങ്ങൾ, ഡ്രോൺ ആക്രമണങ്ങൾ, നാവിക ഏറ്റുമുട്ടലുകൾ എന്നിവയുണ്ടായിട്ടും ആധുനിക ചരിത്രത്തിൽ ഹോർമൂസ് കടലിടുക്ക് ഒരു തവണ പോലും പൂർണ്ണമായി അടച്ചില്ലെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അതിന് മറ്റൊരു കാരണവുമുണ്ട്. ഇറാന് തന്നെ വലിയ വില നൽകേണ്ടി വരുമെന്നതാണ് ഹോർമൂസ് കടലിടുക്ക് ഇതുവരെ അടച്ചിടാത്തതിനുള്ള സുപ്രധാന കാരണം. ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ 90% ഈ കടലിടുക്കിലൂടെയാണ് കടന്നുപോകുന്നത്. ഇത് തടയുന്നത് ഉപരോധങ്ങളാൽ ഇതിനകം തളർന്നു കിടക്കുന്ന സ്വന്തം സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ഞെരുക്കുകയും രാജ്യത്തെ കൂടുതൽ ഒറ്റപ്പെടുത്തുകയും ചെയ്യും. മാത്രമല്ല, ഈ നീക്കം ഒരു യുദ്ധപ്രഖ്യാപനമായി വ്യാഖ്യാനിക്കപ്പെടാനും സാധ്യതയുണ്ട്. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ US അണിചേർന്നത് ഇന്ത്യയുടെ വ്യാപാര താൽപര്യങ്ങൾക്ക് കടുത്ത തിരിച്ചടിയാകുമെന്നും വിലയിരുത്തലുണ്ട്. ഇറാനിലേക്കും ഇസ്രായേലിലേക്കുമുള്ള കയറ്റുമതിയും ഇറക്കുമതിയും ഇതിനകം തടസ്സപ്പെടുത്തിയ സംഘർഷം US ആക്രമണത്തോടെ മറ്റ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായുള്ള വ്യാപാരത്തിലും എണ്ണ ഇറക്കുമതിയിലും പ്രതികൂലമാകും. എന്നാൽ ഹോർമൂസ് കടലിടുക്ക് അടച്ചാലുണ്ടാകുന്ന ഇടിവ് നികത്താൻ
റഷ്യ, US അടക്കമുള്ള ബദൽ വഴികൾ ഇന്ത്യ ഉപയോഗിക്കുന്നുണ്ട്. മധ്യപൂർവ്വ ദേശത്തെ സംഘർഷം രൂക്ഷമാകുമ്പോൾ ഇന്ത്യ ജൂണിൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിച്ചുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മധ്യേഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയേക്കാൾ കൂടുതലാണ് ഇന്ത്യയുടെ റഷ്യൻ എണ്ണ. സാധാരണയായി അറബ് രാജ്യങ്ങളിൽ നിന്നാണ് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത്. റഷ്യയുടെ ഉക്രൈൻ അധിനിവേശത്തിന് ശേഷം ഡിസ്കൗണ്ടിൽ റഷ്യൻ എണ്ണ ലഭിക്കാൻ തുടങ്ങിയതോടെയാണ് ഇന്ത്യ ചുവടുമാറ്റിയത്. ഇതോടെ ഇത് ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതിയിൽ വർധനവുണ്ടാക്കി. മൊത്തം അസംസ്കൃത എണ്ണ ഇറക്കുമതിയുടെ 1% താഴെയായിരുന്ന റഷ്യൻ എണ്ണയാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 40 മുതൽ 44% ഉയർന്നത്. റഷ്യയിൽ നിന്നും ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി മെയ്യിൽ പ്രതിദിനം 1.96 മില്യൺ ബാരലായിരുന്നു. ജൂണിൽ 2 മുതൽ 2.1 ബില്യൺ ബാരലിലേക്ക് എത്തുമെന്നാണ് കണക്കുകൂട്ടൽ. ഇറാഖ്, സൗദി അറേബ്യ, UAE, കുവൈറ്റ് എന്നിവിടങ്ങളിൽ നിന്നും വാങ്ങുന്ന എണ്ണയേക്കാൾ കൂടുതലാണ് ഈ അളവ്. നേരത്തെ 2.80 ലക്ഷം ബാരൽ വാങ്ങിയിരുന്ന US നിന്നുള്ള വ്യാപാരം 4.39 ലക്ഷം ബാരലാക്കി ഉയർത്തി. ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുന്നത് ഇന്ത്യയെ ബാധിക്കില്ല എന്ന് കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി തന്നെ പറയുന്നുമുണ്ട്. ഹോർമുസ് കടലിടുക്ക് അടച്ചാലും മറ്റ് പ്രധാന റൂട്ടുകളുണ്ട് എന്ന് മന്ത്രി ഹർദീപ് സിംഗ് പുരിയും പറഞ്ഞിട്ടുണ്ട്. അതേസമയം ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ചരക്ക് ഗതാഗതത്തെ യുദ്ധം ബാധിച്ചാൽ ബന്ദർ അബ്ബാസ് വിട്ട് UAE ഫുജൈറ തുറമുഖം വഴിയും ഒമാൻ വഴിയുമൊക്കെ ഇന്ത്യക്ക് ചരക്ക് കടത്തേണ്ടി വരും. ഇത് അധിക ചെലവാണ്. എന്നാൽ ഇതിനു പകരം ഇന്ത്യക്ക് കാര്യമായ നിക്ഷേപമുള്ള ചബഹാർ പോർട്ട് വഴി ചരക്ക് ഗതാഗതം നടത്താമെന്ന ആശയമാണ് വാണിജ്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർത്ത സുപ്രധാന മീറ്റിംഗിൽ വ്യാപാര വ്യവസായ പ്രമുഖർ ചൂണ്ടിക്കാട്ടിയത്. അഫ്ഗാനിലേക്കും മധ്യേഷ്യൻ മാർക്കറ്റുകളിലേക്കും പാകിസ്ഥാൻ വഴിയല്ലാതെയുള്ള ചരക്ക് മുന്നിൽ കണ്ടാണ് കഴിഞ്ഞ വർഷം ഇന്ത്യ ചബഹാർ തുറമുഖത്തിന്റെ നടത്തിപ്പിനുള്ള 10 വർഷത്തെ കരാറിൽ ഒപ്പിട്ടത്. ഇറാൻ വഴി മുംബൈയെ റഷ്യയുമായി ബന്ധിപ്പിക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതിയിലെ നിർണായക കണ്ണിയാണ് ചബഹാർ തുറമുഖം. ഇന്ത്യ പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡ് അഥവാ IPGL-നാണ് തുറമുഖത്തിന്റെ നടത്തിപ്പ് ചുമതല. ഊർജ്ജ സമ്പന്നമായ ഇറാന്റെ തെക്ക് കിഴക്കൻ തീരത്ത് സിസ്താൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലാണ് ചബഹാർ തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. തുറമുഖം ഇന്ത്യയും ഇറാനും തമ്മിലുള്ള വ്യാപാര ബന്ധം വർദ്ധിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുമെന്നാണ് പ്രതീക്ഷ. 7200 കിലോമീറ്റർ ദൈർഘ്യമുള്ള അന്താരാഷ്ട്ര ഉത്തര ദക്ഷിണ ഗതാഗത ഇടനാഴിയിലെ പ്രധാന ഹബ്ബാണ് ചബഹാർ. ഈ തുറമുഖത്തിന്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ ഇന്ത്യ നേരത്തെ തന്നെ സഹകരിച്ചിട്ടുണ്ട്. 2024-25 വർഷത്തേക്ക് വിദേശകാര്യ മന്ത്രാലയം ചബഹാർ തുറമുഖത്തിന് 100 കോടി രൂപ അനുവദിച്ചിരുന്നു. ഒമാൻ കടലിലേക്കും പേർഷ്യൻ ഗൾഫിലേക്കും സുഗമമായി പ്രവേശിക്കാവുന്നതിനാൽ പണ്ടുമുതൽക്കേ വാണിജ്യത്തിന് പേരുകേട്ട തുറമുഖമാണ് ഇത്. തെക്കേ അഫ്ഗാനിസ്ഥാനിലെ സാബുൾ ഇരുമ്പ് ഖനികളെയും ചബഹാർ തുറമുഖത്തെയും ബന്ധിപ്പിക്കുന്ന 560 മൈൽ നീളമുള്ള റെയിൽപാത ഇന്ത്യയുടെ സഹായത്തോടെ നിർമ്മിച്ചിരുന്നു. 2003 മുതൽ ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ചർച്ചയിലെ പ്രധാന അജണ്ടയാണ് ചബഹാർ തുറമുഖത്തിന്റെ വികസനം. ചൈനീസ് മാതൃകയിൽ ഇറാനിലെ തുറമുഖം വികസിപ്പിച്ച് വ്യാപാര മുന്നേറ്റം നടത്താനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്.